GCC രാജ്യങ്ങളിൽ ചൂടിനും ഹ്യൂമിഡിറ്റിക്കും ആശ്വാസം നൽകാൻ കാലാവസ്ഥാ മാറ്റത്തിന്റെ അടയാളമായി സുഹൈൽ നക്ഷത്രം നാളെ ഉദിക്കും. സുഹൈൽ ഉദിച്ച് 40 ദിവസത്തിനുള്ളിൽ അന്തരീക്ഷം തണുക്കും എന്നാണ് കണക്കാക്കുന്നത്. 52 ദിവസം ദൈർഘ്യമുള്ള സുഹൈൽ നക്ഷത്രത്തിന്റെ കാലയളവിനെ 4 ഘട്ടങ്ങളായി കാലാവസ്ഥാ നിരീക്ഷകരും ഗോളശാസ്ത്രജ്ഞരും വിഭജിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടം കഴിയുന്തോറും ചൂട് കുറയുകയും അന്തരീക്ഷം തണുക്കുകയും ചെയ്യും. അറബിയിൽ അൽതർഫ, അൽജബ്ഹ, അൽസബ്ര, അൽസർഫ എന്നിവയാണ് സുഹൈൽ നക്ഷത്രത്തിന്റെ 4 ഘട്ടങ്ങൾ. ആദ്യഘട്ടമായ അൽതർഫയിൽ അന്തരീക്ഷം ചൂടുള്ളതും ഈർപ്പമുള്ളതുമാകും. അൽസർഫയിലേക്ക് എത്തുന്നതോടെ ചൂടും ഈർപ്പവും കുറഞ്ഞ് തണുപ്പിലേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിനും ഹ്യൂമിഡിറ്റിക്കും സുഹൈൽ നക്ഷത്രത്തിന്റെ വരവ് ആശ്വാസമാകും. അന്തരീക്ഷ താപനില കുറയുന്നതോടൊപ്പം മഴ പെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. ഏറ്റവും തിളക്കമേറിയ നക്ഷത്രമെന്ന നിലയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഖത്തറിൽ നിന്നും തെക്കൻ ചക്രവാളത്തിൽ ഈ നക്ഷത്രം കാണാൻ കഴിയുമെന്ന് കലണ്ടർ ഹൗസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബഷീർ മർസൂഖ് പറഞ്ഞു. മീഡിയ 1 ദോഹ. സൗദിയിലെ പകുതിയിലേറെ കോടീശ്വരന്മാരും അനന്തരാവകാശികളെ നിശ്ചയിച്ചിട്ടില്ലെന്ന് ദേശീയ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കോടികളുടെ കുടുംബസ്വത്തുക്കളുള്ളവർ അനന്തരാവകാശികളെ നിശ്ചയിക്കാത്തത് സമ്പദ്ഘടനയ്ക്ക് പ്രതിസന്ധിയുണ്ടാക്കും. ഫാമിലി ബിസിനസ് ദേശീയ കേന്ദ്രത്തിന്റേതാണ് റിപ്പോർട്ട്. സൗദിയിലെ ഭൂരിഭാഗം ധനാഢ്യരും പാരമ്പര്യമായി സ്വത്ത് ലഭിച്ചവരാണ്. വിവിധ വ്യവസായ, വാണിജ്യ, കാർഷിക മേഖലകളിലാണ് ഇവരുടെ സ്വത്തുക്കളുള്ളത്. എന്നാൽ സൗദിയിലെ 59% ധനാഢ്യരും മരണാനന്തരം സ്വത്ത് എന്ത് ചെയ്യണമെന്നതിൽ തീരുമാനമെടുക്കാത്തവരാണ്. ഇത് സമ്പദ്ഘടനയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ഫാമിലി ബിസിനസ് ദേശീയ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഇതിന് കാരണമുണ്ട്. സൗദിയിലെ വ്യവസായ, വാണിജ്യ മേഖലയിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും കുടുംബ സ്വത്താണ്. അതായത് ഒരു വ്യക്തിയുടെ പേരിലാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളും. വാണിജ്യ സ്ഥാപനങ്ങളിലെ 95% ഇത്തരത്തിലുള്ളതാണ്. സൗദി വാണിജ്യ മേഖലയിലെ സ്വകാര്യ മേഖലയിലെ 57% ജീവനക്കാരും ഈ രംഗത്താണ് ജോലി ചെയ്യുന്നതും. ഇതിനാൽ തന്നെ അനന്തരാവകാശിയെ നിശ്ചയിക്കാതിരുന്നാൽ ഇത് പ്രതിസന്ധിയാകുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിയാദ്, മക്ക, കിഴക്കൻ പ്രവിശ്യകളിലാണ് ഈ തരത്തിലുള്ള ബിസിനസ്സുകാർ കൂടുതലുള്ളത്. പല ബിസിനസ്സുകളും പിൽക്കാലത്ത് തകരാതിരിക്കാൻ കൃത്യമായ അനന്തരാവകാശ പദ്ധതി വ്യക്തികൾക്ക് വേണമെന്നും സൗദി കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഖത്തറിൽ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഇളവ് ഈ മാസം അവസാനിക്കും. 50% ഇളവോടെ പിഴയടക്കാനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച ഗതാഗത നിയമലംഘന കേസുകളിലെ പിഴ ഇളവ് ഉപയോഗിക്കാൻ അവസാന അവസരമാണിത്. 50% ഇളവോടെ പിഴ അടച്ച നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാം. ഈ മാസം 31-ന് ഇളവിനുള്ള സമയപരിധി അവസാനിക്കും. ജൂൺ 1 മുതൽ 3 മാസമായിരുന്നു കാലാവധി. ഇതിനകം തന്നെ വാഹന ഉടമകളിൽ വലിയൊരു വിഭാഗം ഈ ഇളവ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടെ രേഖപ്പെടുത്തിയ നിയമലംഘനങ്ങൾക്കാണ് 50% ഇളവ് ലഭിക്കുക. സ്വദേശികൾ, പ്രവാസികൾ, സന്ദർശകർ തുടങ്ങി എല്ലാ വിഭാഗം വാഹന ഉടമകൾക്കും ഇളവ് ഉപയോഗപ്പെടുത്താമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിഴ അടച്ചു തീർത്തില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ യാത്രാവിലക്ക് നേരിടേണ്ടി വരും. സെപ്റ്റംബർ 1 മുതലാണ് ട്രാഫിക് പിഴയുള്ളവർക്ക് യാത്രാവിലക്ക് നിലവിൽ വരികയെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ഖത്തറിൽ നിന്ന് അയൽരാജ്യങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നവരെയാണ് ഇത് ഏറെ ബാധിക്കുക. അതിനാൽ യാത്രക്കൊരുങ്ങും മുമ്പ് ട്രാഫിക് പിഴയുണ്ടോ എന്ന് പരിശോധിക്കണം. മീഡിയ 1 ദോഹ. സൗദിയിൽ വിവിധ സർക്കാർ പദ്ധതികളിലെ ലേലത്തിൽ ഒത്തുകളിച്ച 14 കരാർ സ്ഥാപനങ്ങൾക്ക് പിഴ. 64 ലക്ഷം റിയാലാണ് പിഴ ഈടാക്കിയത്. വിപണിയിലെ കുത്തക പ്രവണതകളെ തടയിടുന്നതിനാണ് നിയമം കർശനമാക്കുന്നത്. ജനറൽ അതോറിറ്റി ഫോർ കോമ്പറ്റീഷന്റേതാണ് നടപടി. കരാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന 14 സ്ഥാപനങ്ങൾക്കെതിരെയാണ് പിഴ ചുമത്തിയത്. വിവിധ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ച് ലേലത്തിലെത്തുമ്പോൾ വിവിധ കമ്പനികളുടെ പേരിൽ ഒത്തുകളിച്ചെന്നാണ് കണ്ടെത്തൽ. ഒത്തുകളിയിലൂടെ ഒരേ കമ്പനികൾ തന്നെ കരാറുകൾ സ്വന്തമാക്കും. ഇതാണ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് കാരണമായത്. റിയാദിലെ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് അന്തിമ വിധിയിലൂടെ പിഴ ശരിവച്ചത്. ഹസൻ സാലിം ഹുസൈൻ അൽ കംസാൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ജനറൽ കോൺട്രാക്ടിംഗ്, അൽ മഹദൽ എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയ കമ്പനികളാണ് ഇതിൽ പ്രമുഖർ. സ്ഥാപനങ്ങൾക്കാകെ 64 ലക്ഷത്തിലേറെ റിയാലാണ് ചുമത്തിയ പിഴ. പിഴയൊടുക്കാതെ കമ്പനികൾക്ക് മറ്റു കരാറുമായി മുന്നോട്ടു പോകാനാകില്ല. നിർമ്മാണ കോൺട്രാക്ടിംഗ് മേഖലകളിൽ കുത്തക അനുവദിക്കുന്നില്ലെന്നും കോമ്പറ്റീഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വിപണിയിൽ ശരിയായ മത്സരം പ്രോത്സാഹിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് ഗുണം ലഭിക്കാനുമാണ് ഈ നടപടിയെന്നും അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.
ഈ വർഷം ആദ്യ 6 മാസങ്ങളിൽ സൗദിയിലേക്ക് 184 കമ്പനികൾ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റിയതായി നിക്ഷേപ മന്ത്രാലയം. 2728 നിക്ഷേപ ലൈസൻസുകളും ഈ വർഷം സൗദിയിൽ നിക്ഷേപകർക്കായി അനുവദിച്ചിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 50% വളർച്ചയാണ് നിക്ഷേപ രംഗത്തുള്ളത്. സൗദിയിലെ സർക്കാർ കരാറുകൾ ലഭിക്കണമെങ്കിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് അവരുടെ പ്രാദേശിക ആസ്ഥാനം സൗദിയിലായിരിക്കണം. കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് വിദേശ കമ്പനികൾ ഇപ്പോഴും സൗദിയിലേക്ക് എത്തുന്നത്. 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കാണ് സൗദി നിക്ഷേപ മന്ത്രാലയം പുറത്തുവിട്ടത്. 184 കമ്പനികളാണ് ഈ വർഷം ജൂണിനകം സൗദിയിൽ ഓഫീസ് തുടങ്ങിയത്. 57 കമ്പനികൾ ഇതിനുശേഷവും സൗദിയിലെത്തി. റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിലേക്ക് മാറ്റുന്നവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. നിക്ഷേപകർക്കായി 2728 ലൈസൻസുകളാണ് ഈ വർഷം മന്ത്രാലയം അനുവദിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 50% വർധനവ്. ഈ വർഷം ഇൻവെസ്റ്റർ വിസ സ്വന്തമാക്കിയത് 4709 പേരാണെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ സ്ഥിരതാമസക്കാരല്ലാത്ത വിദേശികളായ നിക്ഷേപകർക്കാണ് ഇൻവെസ്റ്റർ വിസയുടെ ഗുണം. നിർമ്മാണ മേഖല, വ്യവസായം, വിദ്യാഭ്യാസം, IT, ഹോട്ടൽ മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപങ്ങൾ സൗദിയിൽ ഇപ്പോൾ എത്തുന്നത്. ഭക്ഷ്യമേഖലയിലും ട്രേഡിംഗ് മേഖലയിലും നിക്ഷേപങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുമുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറാൻ 30,000-ലധികം ഗാർഹിക തൊഴിലാളികൾ അപേക്ഷ നൽകി. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു വീട്ടുജോലിക്കാർക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറ്റുവാനുള്ള ആനുകൂല്യം ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ലഭിച്ച അപേക്ഷകളിൽ നിന്ന് 10,000 അപേക്ഷകൾ പ്രോസസ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള അപേക്ഷകൾ നിലവിൽ അവലോകനത്തിലാണ്. സെപ്റ്റംബർ 12 വരെയാണ് വിസ മാറ്റത്തിനുള്ള ആനുകൂല്യം ലഭിക്കുക. ഇന്ത്യയിൽ നിന്നുള്ള ഉള്ളി കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒമാനിൽ ഉള്ളിവില ഉയർന്നു തന്നെ. നിലവിൽ 1 കിലോ ഉള്ളിക്ക് 475 പൈസ മുതൽ 490 പൈസ വരെയാണ് ഒമാനിലെ ഇന്ത്യൻ ഉള്ളിയുടെ വില. കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ ഇന്ത്യൻ ഉള്ളിക്ക് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് ഒമാനിൽ ഉള്ളിയുടെ വില കുതിച്ചുയർന്നത്. ഇതോടെ ഒമാനിൽ ഇന്ത്യൻ ഉള്ളി കിട്ടാതാവുകയും മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഉള്ളി വില കിലോക്ക് 700 പൈസയോളം എത്തുകയും ചെയ്തു. കഴിഞ്ഞ മെയ് ആദ്യത്തിൽ ഇന്ത്യൻ ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞതോടെ ഇന്ത്യൻ ഉള്ളി മാർക്കറ്റിലെത്തുമെന്നും വില കുറയുമെന്നും പലരും പ്രതീക്ഷിച്ചു. എന്നാൽ കയറ്റുമതി നിരോധനം എടുത്തുമാറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉള്ളിവില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ കയറ്റുമതി നികുതി കുറയ്ക്കാതെ ഉള്ളിവില കുറയ്ക്കാൻ സാധിക്കില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. 2ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യൻ ഉള്ളി ഗുണനിലവാരത്തിൽ മികച്ചതായതിനാൽ മാർക്കറ്റിൽ ഏറ്റവും പ്രിയം ഇന്ത്യൻ ഉള്ളിക്കാണ്. മീഡിയ 1, മസ്കത്ത്. പെട്രോൾ പമ്പുകളിലേക്കുള്ള പ്രവേശന കവാടം എല്ലാ വാഹനങ്ങൾക്കും കയറാനാകും വിധം വലുതായിരിക്കണമെന്ന് റോഡ് സുരക്ഷാ അതോറിറ്റി. നഗരത്തിലെ ഏറ്റവും വലിയ വാഹനത്തിന് കയറാനാകാത്ത രൂപത്തിലുള്ളവ മാറ്റിപ്പണിയണം. വിശ്രമ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾക്കും ഈ ചട്ടം ബാധകമാണെന്ന് അതോറിറ്റി വ്യക്തമാക്കി. പെട്രോൾ പമ്പുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയുടെ പുറത്തേക്കും അകത്തേക്കുമുള്ള കവാടങ്ങളാണ് എല്ലാ വാഹനങ്ങൾക്കും കയറാനാകും വിധം വലുതാക്കേണ്ടത്. റോഡ് സുരക്ഷാ അതോറിറ്റിയുടേതാണ് പുതിയ നിർദ്ദേശം. നഗരത്തിലെ ഏറ്റവും വലിയ വാഹനത്തിന് പ്രവേശിക്കാൻ കഴിയും വിധമാണ് സജ്ജീകരിക്കേണ്ടത്. പ്രവേശന കവാടങ്ങളിലേക്കുള്ള കാഴ്ച മറക്കുന്ന തടസ്സങ്ങൾ നീക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രധാന റോഡുകളിലേക്കുള്ള പ്രവേശനവും പുറത്തുകടക്കലും സുഗമമാക്കുന്നതിനായി പ്രത്യേക പാതകൾ നിർമ്മിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. ഗതാഗത സുരക്ഷ, റോഡുകളുടെ കാര്യക്ഷമത എന്നിവ ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാറ്റങ്ങൾ. നഗരവികസന അതോറിറ്റികൾ, പ്രാദേശിക സെക്രട്ടേറിയറ്റുകൾ, സിറ്റി, ഗവർണറേറ്റ്, മുനിസിപ്പാലിറ്റികൾ എന്നിവയുൾപ്പെടെ രാജ്യത്തെ റോഡുകളുടെ ഉത്തരവാദിത്തമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ സംവിധാനമൊരുക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1, റിയാദ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുടിവെള്ളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. കുടിവെള്ള ടാങ്കുകൾ കഴുകി വൃത്തിയാക്കണം, വാട്ടർ ഫിൽറ്ററുകൾ മാറ്റണം. മലിനമായ വെള്ളം ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും കുട്ടികൾക്ക് അണുബാധയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മൻസൂർ അൽ ദാഫിരി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ 2771 പേരെ അറസ്റ്റ് ചെയ്തു. നിയമലംഘനങ്ങളെ തുടർന്ന്
565 പേരെയും, റെസിഡൻസി നിയമം ലംഘിച്ച 404 പേരെയും, മയക്കുമരുന്ന്, മദ്യം എന്നിവ കൈവശം വെച്ചതിന് 114 പേരെയുമാണ് പിടികൂടിയത്. ട്രാഫിക് നിയമലംഘനങ്ങളെ തുടർന്ന് 41 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും അധികൃതർ അറിയിച്ചു. ഒത്തൊരുമയുടെ വിജയത്തിന്റെ സന്തോഷം പങ്കുവച്ച് ഖത്തറിലെ പ്രവാസി സംഘടനകൾ. മൽഖാറൂഹി ചികിത്സാ ധനസമാഹരണം ലക്ഷ്യം കണ്ടതിന്റെ സന്തോഷം പങ്കിടാനാണ് പ്രവാസി സംഘടനകൾ ഒത്തുചേർന്നത്. ഖത്തറിലെ 4.5 ലക്ഷത്തോളം വരുന്ന മലയാളി സമൂഹത്തിന്റെ പ്രതിനിധികളായാണ് ICBF കാഞ്ചാണി ഹാളിൽ സംഘടനാ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഒത്തുചേർന്നത്. മൽഖാറൂഹി എന്ന പിഞ്ചുകുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ധനസമാഹരണ യജ്ഞത്തിന് നേതൃത്വം നൽകിയവർ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, വിവിധ സംഘടനാ നേതാക്കൾ, അപെക്സ് സംഘടനാ ഭാരവാഹികൾ, കമ്മ്യൂണിറ്റി നേതാക്കൾ, സമൂഹ മാധ്യമങ്ങളിലെ വ്യക്തിത്വങ്ങൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി എല്ലാ തുറകളിലുള്ളവരും സന്തോഷത്തിൽ പങ്കുചേർന്നു. ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങിയ ഫണ്ട് ശേഖരണം 5 മാസം കൊണ്ട് 74.56 ലക്ഷം ഖത്തർ റിയാലിലെത്തിയതിന് പിന്നാലെയാണ് അവസാനിപ്പിച്ചത്. ഏതെല്ലാം രീതിയിൽ നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് നമ്മളതിനെ അത്തരം മാർഗങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ചലഞ്ച് ഇത്രയും നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിൻ്റെ ഏകദേശം അടുത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തരുന്നത് നമ്മളുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഖത്തറിലുള്ള കമ്മ്യൂണിറ്റി തീർച്ചയായും എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാലും അത് ഖത്തറിലാവട്ടെ ബാക്ക് ഇൻ ഇന്ത്യയിലാവട്ടെ ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിലുള്ള ഇഫർട്ടാണെങ്കിലും സഹായങ്ങളൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന വലിയ മനസ്സുള്ള പ്രവാസികളൊക്കെ തന്നെയാണ്. നമ്മളെപ്പോഴും പ്രവാസികൾ പറയുന്നത് ഉരുകിത്തീരുന്ന മെഴുകുതിരി എന്നാണ്. അത്തരം മെഴുകുതിരികളൊക്കെ തന്നെയാണ് ഇപ്പോഴും പ്രവാസികൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഈ ഒരു സക്സസ് പോയിന്റിൽ നിൽക്കുന്നത്. ICBF സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ധനശേഖരണ പ്രവർത്തനത്തിന്റെ നാൾവഴികൾ ഷഫീഖ് അലി വിശദീകരിച്ചു. ചടങ്ങിൽ സംസാരിച്ച മൽഖയുടെ പിതാവ് റിസാൽ അബ്ദുൾ റഷീദ് എല്ലാവർക്കും നന്ദി അറിയിച്ചു. ഖത്തറിലെ ചെറുതും വലുതുമായ 50ഓളം സംഘടനകളാണ് ധനസമാഹരണത്തിൽ പങ്കുചേർന്നത്. മീഡിയ 1 ദോഹ. യാത്രക്കാരെ കബളിപ്പിച്ച് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ്. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരുടെ ബാഗേജ് അലവൻസ് വെട്ടിക്കുറച്ചു എന്ന വാർത്തകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നിഷേധിക്കുമ്പോഴും വിശദീകരണ കുറിപ്പിലും വിമാന കമ്പനിയുടെ വെബ്സൈറ്റിലും അടിമുടി അവ്യക്തത. UAE-യിൽ നിന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇപ്പോഴും 30 പകരം 20 കിലോ ബാഗേജ് മാത്രമേ വിമാന കമ്പനി അനുവദിക്കുന്നുള്ളൂ. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർക്ക് ലഭിച്ചിരുന്ന 30 കിലോ സൗജന്യ ബാഗേജ് അലവൻസ് 20 കിലോയായി കുറച്ചു എന്ന മാധ്യമ വാർത്തകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നിഷേധിച്ചിരുന്നു. കോർപ്പറേറ്റ് ബുക്കിംഗുകൾക്ക് മാത്രമാണ് ഇത് ബാധകമെന്നും വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ടിക്കറ്റ് എടുക്കുന്നവരെ ഇത് ബാധിക്കില്ലെന്നുമായിരുന്നു കമ്പനി വക്താവിന്റെ വിശദീകരണം. ഇത് തെറ്റാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് തന്നെ വ്യക്തമാക്കുന്നു. ഷാർജയിൽ നിന്ന് കണ്ണൂരിലേക്ക് വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുമ്പോൾ കാണുന്ന സന്ദേശമാണിത്. ബാഗേജ് അലവൻസ് 30 കിലോയല്ല, 20 കിലോ മാത്രമാണെന്ന് വെബ്സൈറ്റ് പറയുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് 30 കിലോ ബാഗേജ് ലഭിക്കുമെന്ന് വെബ്സൈറ്റിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAE-യിൽ നിന്ന് ബാഗേജ് അലവൻസ് കുറച്ചിട്ടില്ല എന്ന് അവകാശപ്പെട്ട് പുറത്തിറക്കിയ നിഷേധക്കുറിപ്പിനകത്തും UAE-യിൽ നിന്നുള്ള ബാഗേജ് അലവൻസ് 20 കിലോ മാത്രമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞു പോകുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഗൾഫ് രാജ്യമായ UAE-യിൽ നിന്നുള്ള യാത്രക്കാർക്ക് തന്നെയാണ് ഈ മാസം 19 മുതൽ ബാഗേജ് അലവൻസ് കുത്തനെ കുറച്ച് വിമാന കമ്പനി ഇരുട്ടടി നൽകിയത്. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഇൻഡിഗോ എയർലൈൻസിനു വേണ്ടി ദോഹ കണ്ണൂർ സെക്ടറിൽ സർവീസ് നടത്തി ഖത്തർ എയർവേസ്. ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോ വാടകയ്ക്കെടുത്ത ഖത്തർ എയർവേസ് വിമാനമാണ് ഖത്തറിൽ നിന്നുള്ള പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന ഈ റൂട്ടിൽ സർവീസ് ആരംഭിച്ചത്. ആദ്യ സർവീസ് വ്യാഴാഴ്ച നടന്നു. ആഗസ്റ്റ് 29-ന് രണ്ടാം സർവീസ് നടത്തും. കണ്ണൂരിലെത്തിയ വിദേശ വിമാന കമ്പനിയുടെ ആദ്യ വിമാനത്തെ ജലാഭിവാദ്യത്തോടെയാണ് സ്വീകരിച്ചത്. സന്നദ്ധ സേവന രംഗത്ത് കൂടുതൽ പേരെ ആകർഷിക്കാൻ പദ്ധതികളുമായി ഖത്തർ റെഡ് ക്രസന്റ്. അടുത്ത വർഷത്തോടെ വോളണ്ടിയർമാരുടെ എണ്ണം ഇരട്ടിയാക്കാനാണ് ഖത്തർ റെഡ് ക്രസന്റ് പദ്ധതിയിട്ടിരിക്കുന്നത്. 2025 അവസാനത്തോടെ വളണ്ടിയർമാരുടെ എണ്ണം 31,000-ൽ നിന്ന് 60,000-ആക്കി ഉയർത്താനാണ് ഖത്തർ റെഡ് ക്രസന്റിന്റെ പദ്ധതി. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് സൊസൈറ്റീസ് സന്നദ്ധ പ്രവർത്തകരുടെ പ്രായം 18-ൽ നിന്ന് 5-ഉം അതിനു മുകളിലുള്ളവരുമായി പുനർനിശ്ചയിച്ചിട്ടുണ്ട്.
അടുത്ത അധ്യയന വർഷത്തിൽ 11,000 മുതൽ 15,000 വരെ വിദ്യാർത്ഥികളെ വളണ്ടിയർമാരായി പരിശീലിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സന്നദ്ധ സേവനത്തിൽ സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നതിന് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസുമായി ഖത്തർ റെഡ് ക്രസന്റ് കരാർ ഒപ്പുവച്ചു. അടിയന്തര സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിന് ഖത്തർ റെഡ് ക്രസന്റ് പരിശീലന കോഴ്സുകളും പരിപാടികളും ശില്പശാലകളും സംഘടിപ്പിക്കുന്നതായും സംഘടന വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. പ്രവാസി പുനരധിവാസം നിയമമാക്കുന്നതിന് ആവുന്നതെല്ലാം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ MP. ജിദ്ദ KMCC എറണാകുളം ജില്ലാ കമ്മിറ്റി സീസൺസ് ഹോട്ടലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷീദ് ചാമക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര ഉദ്ഘാടനം ചെയ്തു. കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കുവൈത്ത് ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിക്കുന്നു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെയും ചേംബർ ഓഫ് കുവൈത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത്. സെപ്റ്റംബർ 9, 10 തീയതികളിൽ നടക്കുന്ന മീറ്റിൽ ഇന്ത്യയിൽ നിന്ന് 30-ലധികം സ്ഥാപനങ്ങൾ സംഗമിക്കും. കുവൈത്ത് സിറ്റിയിലെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഹാളിൽ നടക്കുന്ന പരിപാടി രാവിലെ 10-ന് ആരംഭിച്ച് ഉച്ചയ്ക്ക് 2:30-ന് അവസാനിക്കും. മീറ്റിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. ഫലൈക ദ്വീപിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി നടപടികൾ തുടങ്ങി. കുവൈത്തിലെ നാഷണൽ കൌൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സും വേൾഡ് മോണ്യുമെന്റ്സ് ഫണ്ടും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. 4200 വർഷം പഴക്കമുള്ള ഫലൈക ദ്വീപ് മേഖലയിലെ തന്നെ ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. 34 വർഷം മുൻപ് ഇറാഖി അധിനിവേശം നടക്കുന്നതുവരെ ദ്വീപിൽ ജനവാസമുണ്ടായിരുന്നു. പുരാവസ്തു സൈറ്റുകൾ സാംസ്കാരിക വിനോദസഞ്ചാര ആകർഷണമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടന്നുവരികയാണെന്നും അൽ ജസാർ അറിയിച്ചു. കുവൈത്തിലെ ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് ആഡംബര ബ്രാൻഡുകളുടെ പേരിലുള്ള 720 വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്ത്രീകളുടെ ബാഗുകൾ, തൊപ്പികൾ, വാളറ്റുകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. വ്യാജ ഉൽപ്പന്നങ്ങൾ വിറ്റതിന് കച്ചവടക്കാർക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയം പിഴ ചുമത്തി. പ്രതികൾക്കെതിരെ മറ്റ് നിയമ നടപടികളും സ്വീകരിക്കും. വ്യാപാര സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഉപഭോക്താക്കൾക്ക് പരാതികൾ സഹൽ ആപ്പിൽ മന്ത്രാലയത്തെ അറിയിക്കാമെന്നും അധികൃതർ അറിയിച്ചു. വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി 1 കോടി രൂപ നൽകി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P. അബ്ദുൽ ഹമീദ് MLA സാന്നിധ്യത്തിൽ ഷിഫ അൽ ജസീറ CEO ഹബീബ് റഹ്മാൻ കൈമാറി. മുസ്ലിം ലീഗിന്റെ ഫോർ വയനാട് പുനരധിവാസ പദ്ധതിയിലേക്കായി 50 ലക്ഷം രൂപയും നൽകി. മലപ്പുറം ജില്ലയിലെ കോഡൂർ സ്വദേശിയാണ് വ്യവസായ പ്രമുഖനായ KT റബിയുള്ള. പോലീസ് പെട്രോൾ വാഹനത്തിൽ റോന്ത് ചുറ്റാനുള്ള ജർമ്മൻ ബാലന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ച് റാഗ് പോലീസ്. പിതാവിനൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയ ബാലനെ പോലീസ് പെട്രോൾ വാഹനത്തിൽ സവാരി നടത്താനും ചിത്രങ്ങൾ പകർത്താനും റാഗ് പോലീസ് ഉദ്യോഗസ്ഥർ സൌകര്യമൊരുക്കി. ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകൻ സലാം മമ്പാട്ടുമൂലയ്ക്ക് യൂറോപ്യൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ബഹുമതി. ഡോക്ടർ ഓഫ് എക്സലൻസ് ഇൻ ഗ്ലോബൽ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ബഹുമതിയാണ് നൽകിയത്. ദുബൈയിൽ നടന്ന ചടങ്ങിൽ സലാം മമ്പാട്ടുമൂല ഏറ്റുവാങ്ങി. കുവൈറ്റ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ദജീജിലെ മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസീസ് തിക്കോടി അധ്യക്ഷത വഹിച്ചു. MSF ദേശീയ ഉപാധ്യക്ഷൻ ഹാസിം ഈനോളി ദേശീയ രാഷ്ട്രീയവും മുസ്ലിം ലീഗും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കളക്ഷനിലേക്കുള്ള ജില്ലാവിഹിതമായ 14 ലക്ഷം രൂപയുടെ ചെക്ക് സയ്യിദ് നാസർ മഷൂർ തങ്ങൾക്ക് അസീസ് തിക്കോടി കൈമാറി. സ്വാതന്ത്ര്യത്തിന്റെ നാൾവഴികളിലൂടെ എന്ന പ്രമേയത്തിൽ ബഹ്റൈനിൽ റയ്യാൻ സ്റ്റഡീസ് സെന്റർ സെമിനാർ സംഘടിപ്പിച്ചു. സിറാജ് പള്ളിക്കര, റഫീഖ് തോട്ടക്കര, സമീർ ഫാറൂഖി എന്നിവർ വിഷയാവതരണം നടത്തി. സാദിഖ് ബിൻ യഹ്യ, റഷീദ് മാഹി, ലത്തീഫ് ഷാലിം എന്നിവർ സംസാരിച്ചു. ബഹ്റൈനിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ICRFന്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നു. അഡ്വക്കേറ്റ് VK തോമസാണ് ചെയർമാനായും അനീഷ് ശ്രീധരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 30 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ ദുബൈയിൽ നടന്നു. സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി അലുമിനിക്കും രൂപം നൽകി.